ഇവിടെ ജയറാമേട്ടാ ഇപ്പൊ കാണാനായിട്ടുണ്ടല്ലോ ജയറാമേട്ടാ ഇതെന്ത് പെണ്ണിങ്ങനെ. അപ്പൊ ഒരു ദിവസം സാർ എന്തോന്ന് പറഞ്ഞ സമയത്ത് ഇവക്ക് വേറെ ഒരു പണിയില്ല. അയ്യേ സാർ ഞാൻ സംസാരിക്കണ നല്ലല്ലേ, ഇത് വിടണ്ട കേട്ടോ, ഇത് നമുക്ക് ആവശ്യം വരും. സത്യൻ സാറിന്റെ സെറ്റിൽ എനിക്കൊരു പേര് തന്നെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനോട് അങ്ങനെ, ദിലീപേട്ടാ ഈ ഷൂട്ട് കഴിഞ്ഞ ആ ഡ്രസ്സൊക്കെ അല്ലേ അതൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ തരുമോ? അതിനെന്താ, നീ എടുത്തോ, നീ കൊണ്ടുപോയിക്കോ. പാപ്പിയപ്പച്ചൊക്കെ ചെയ്ത സമയത്ത് നല്ലോണം ചീത്ത കിട്ടിയിട്ട് എന്തിനായിരുന്നു ദിലീപേട്ടന്റെ അടുത്ത് നേരെ അഭിനയിക്കാഞ്ഞിട്ട്. അയ്യോ നിന്നെക്കൊണ്ട് നീ ശരിക്കും മന്ദബുദ്ധിയാണോ, നിന്നോട് 100 പ്രാവശ്യം ശരിക്കും എല്ലാവരും ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഏങ്ങി. എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നാൽ അങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞോണ്ടേയിരിക്കും, നിർത്തില്ല. അപ്പൊ പിന്നെ എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ദിലീപേട്ടനൊക്കെ പറഞ്ഞു സാരില്ല. ഇപ്പൊ ഇത് മഞ്ജുഷ എന്റെ സിനിമകളിലെല്ലാം അഭിനയിക്കാം. അതിനെന്താ എനിക്കറിയാലോ, കഥ തുടരുന്നതിൽ ഒളിച്ചോടി പോയാലേ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം. ഞാനങ്ങോട്ട് ഈ സ്വർഗമൊക്കെ കാണാറില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആക്ടറെ പരിചയപ്പെടാൻ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല. അല്ല, എല്ലാ സിനിമയിലും കല്യാണം ഉണ്ടാവും. അപ്പൊ എന്റെ ചെറിയ മോള് വന്നിട്ട് അമ്മ ശരിക്കും എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് 2 വയസ്സ്. ഇപ്പോഴും കൂടി എന്റെ സിനിമ ടിവിയിലൊക്കെ കുട്ടികളൊക്കെ ഇരുന്ന് കാണുമ്പോ ഞാൻ ഒളിച്ചു നിൽക്കുക ചെയ്യുക. അയ്യേ എന്തൊരു ബോറാ ഞാൻ അഭിനയിച്ചതൊക്കെ ഇപ്പൊ നല്ല നല്ല സീരിയൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലും ചെയ്യണം എന്നുണ്ട്. ഇത്ര പാഷൻ എന്ന് പറയുകയാണെങ്കിലും നമുക്ക് നമ്മളുടെ ജീവിതമാർഗം, നമുക്ക് വരുമാനം വേണം. പക്ഷെ എനിക്ക് എന്ത് ചെറിയ ജോലി ചെയ്യാനും ഒരു മടിയില്ല. ആരോടാ ഇനി ചാൻസ് ചോദിക്കാൻ, വിക്രം സാറിനോട് ചോദിക്കാം, സാർ എനിക്ക് ഒരു ചാൻസ് തരുമോ കൂടെ അഭിനയിക്കാൻ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് ടി വി. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാള സിനിമയിൽ അനിയത്തിക്കുട്ടിയായി വന്ന് നമ്മുടെ എല്ലാം കുടുംബത്തിലെ അനിയത്തിക്കുട്ടിയായി മാറിയ നമ്മുടെ സ്വന്തം മഞ്ജുഷ ചേച്ചിയാണ്. ഹായ് ചേച്ചി, വെൽക്കം ടു ദി ഷോ. ഇൻട്രൊഡക്ഷൻ എനിക്ക് നല്ല ഇഷ്ടമായി. അനിയത്തിക്കുട്ടി എന്ന് തന്നെ അറിയപ്പെടാനാണോ ഇഷ്ടം? അനിയത്തിക്കുട്ടി ഇനിയിപ്പോ ഒന്ന് മാറിയാൽ കൊള്ളാം. ഏത് വേഷം ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? കോമഡി റോളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാന്നുണ്ട്. കോമഡി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഈ മിററിന്റെ ഫ്രണ്ടിലൊക്കെ? അല്ല, എനിക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങൾ കുറെ പേർക്ക് അറിയാം. ഏതാ പറ്റിയ ഒരു രസകരമായ അബദ്ധം ഏതാ? സെറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ പാപ്പിയപ്പച്ചൊക്കെ ചെയ്ത സമയത്ത് ലളിത ചേച്ചി എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് അത് മാത്രം നോക്കാൻ വേണ്ടി നിന്ന സംഭവം. കാരണം ഞാൻ തുടർന്ന് അങ്ങനെയാവുള്ളൂ. അപ്പൊ ഒരു ദിവസം ആ സീന് ഓർമ്മ ഉണ്ടോന്നറിയില്ല, നമ്മള് ദിലീപേട്ടനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങൾ കൊടയുടെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് പോണ. അപ്പൊ ഇതെല്ലാവരും പറയുന്നുണ്ട് ഇതങ്ങനെ ചെയ്യണം. അപ്പൊ ലളിത ചേച്ചി ഇങ്ങനെ പാത്രം വെച്ചിട്ടുണ്ടാവും, അപ്പൊ അതിൽ വെച്ചിട്ട് അത് ഈ കൊടയുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഞാൻ നമ്മളിതൊന്നും കേൾക്കണേയില്ല, അന്നത്തെ പ്രായം പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ ടേക്ക് പറഞ്ഞ സമയത്ത് ഇത് പാത്രത്തിലെടുത്ത് വെക്കാതെ ഈ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് കൊടയുടെ ഉള്ളിൽ വാരിയിട്ടു. അപ്പോൾ എല്ലാവരും ചിരിയോട് ചിരിയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞ ശേഷം, അയ്യോ നിന്നെക്കൊണ്ട് നീ ശരിക്കും മന്ദബുദ്ധിയാണോ, നിന്നോട് 100 പ്രാവശ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ എപ്പോഴും വഴക്ക് പറയും ചേച്ചി, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. അതുപോലെ നമ്മൾ ആരോടെങ്കിലൊക്കെ വർത്തമാനം പറഞ്ഞ് ഡി ഇവിടെ വന്നിരിക്കുക, നിന്നോട് ആരെയപ്പം അങ്ങോട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളാം. അങ്ങനെ നമ്മളുടെ വീട്ടിലൊരാളെ പോലെയാണ് നമ്മൾ. അപ്പൊ ഫുള്ള് അബദ്ധങ്ങൾ തന്നെയാണ്. അടങ്ങി ഒതുങ്ങി ഇരിക്കാന്ന് പറയുമ്പോ ഒരു തെറിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതായത് ഇങ്ങനെ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങനെ നടക്കും. സത്യൻ സാറിന്റെ സെറ്റിൽ എനിക്കൊരു പേര് തന്നെ ഉണ്ടായിരുന്നു, മാഞ്ഞാരം മഞ്ജു. അതായത് മാഞ്ഞാരം എന്ന് ഞങ്ങളെ നിലമ്പൂർ ഭാഗത്ത് പറയണത്, അതായത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക എന്നുള്ളതല്ല. അപ്പൊ ഒരു ദിവസം സാർ എന്തോന്ന് പറഞ്ഞ സമയത്ത് ഇവക്ക് വേറെ ഒരു പണിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ മാഞ്ഞാരങ്ങൾ പറഞ്ഞ് നടക്കുക സാർ. അതെന്താ ഈ മാഞ്ഞാരം? അപ്പൊ പറഞ്ഞു അത് ഞങ്ങളെ നാട്ടിലുള്ള ഒരു പ്രയോഗം. അപ്പൊ അന്ന് മുതൽ എനിക്ക് വന്ന പേരാണ് മാഞ്ഞാരം മഞ്ജു. നേരത്തെ പറഞ്ഞത് ഞാൻ ഇൻട്രോയില് പറഞ്ഞു മാഞ്ഞാരം മഞ്ജു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ. പാലക്കാട് ഒരു തനി നാടൻ പെൺകുട്ടി എങ്ങനെ സിനിമയിലെത്തി? ആക്ച്വലി പാലക്കാട് ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് വന്ന്. അല്ലാതെ എൻ്റെ ഒറിജിനൽ സ്ഥലം നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. നിലമ്പൂര് ഒരു ചെറിയൊരു എത്രയും കുഗ്രാമം എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇഷ്ടമായിരുന്നു. എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ എവിടേക്കോ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം എവിടേക്കോ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
അതായത് അമ്മയുടെ ഒപ്പം അമ്മ ഈ ലളിത ഷീല അമ്മ പ്രേം നസീർ സാർ ഭയങ്കര കട്ട ഫാനാണ്. കുറേ സിനിമകൾ ഇരുന്ന് അങ്ങനെ കാണും. അപ്പം ഇത് അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഇരുന്ന് അങ്ങനെ കാണും. ഫുൾ ആ ഒരു തരംഗം എന്ന് പറയാം അങ്ങനെ കണ്ട് 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 ശീലമായി. അത് പിന്നെ 80s 90s വന്ന് പിന്നെ അത് പത്മരാജൻ സാർ, ഭരതൻ സാർ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ മൂവീസിലേക്ക് മാറി താല്പര്യം. IV ശശി സാറിൻ്റെ കാണാമറയത്തൊക്കെ ഞാനൊരു എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ആ കസ്തൂരി മാൻകുരിനെ എനിക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. ആ പാട്ടൊക്കെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ സിനിമ ഇരുന്ന് കാണും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്ന് ആ ഇഷ്ടങ്ങൾ പിന്നെ വേറെ, അതായത് എനിക്ക് അങ്ങനെ മൂടുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ട് കണ്ട് ശീലമായി. പിന്നെ ഒടുക്കമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഓരോ സിനിമകൾ കണ്ട് കൂട്ടിയിട്ട് എവിടേക്കോ അങ്ങനെ അഭിനയിക്കണം, എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സാറിൻ്റെ അഡ്രസ്സ് വളരെ യാദൃശ്ചികമായിട്ട് കയ്യിൽ വരുന്നതും ഞാനൊരു 2 ഫോട്ടോ അയച്ചു കൊടുക്കണതും വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ വിളിക്കും. എന്നായിരുന്നു വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അയച്ചിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് ഫോണും ചെയ്തു. ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. കുട്ടിയുണ്ട്. അപ്പോൾ സാറിൻ്റെ വൈഫ് നിമ്മി ചേച്ചിയാ ഫോൺ എടുത്ത്. അപ്പോൾ ഹലോ ചേച്ചി, ഞാനിങ്ങനെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഇന്ന ആളാണ്, സാറിനോട് ഒന്ന് പറയുമോ? അപ്പോൾ കുട്ടി ഇവിടെ ഒരുപാട് ഫോട്ടോസ് വരുന്നതാണ്, സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ് വിളിക്കട്ടെ. ചേച്ചി നല്ലൊരു ചേച്ചിയാ. ഓ ശരി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വിളിക്കുകയും ചെയ്തു. ഭാര്യന്റെ ഇൻഫ്ലുവൻസ് സൈക്കോളജിക്കലി പോവാണോന്ന് അറിയില്ല, ചിലപ്പോ പാവം തോന്നിട്ട് പറഞ്ഞതായിരിക്കും. അല്ല, അത് കഴിഞ്ഞിട്ട് സാറിന്റെ അസോസിയേറ്റ് ശ്രീബാല ചേച്ചിയുണ്ട്. ചേച്ചി തന്നെ പറയാറുണ്ട് എത്രയോ ഫോട്ടോസ്, അതായത് നമ്മൾ റിജക്ട് ചെയ്തിട്ട് അങ്ങനെ മഞ്ജുവിന്റെ ഫോട്ടോ എങ്ങനെയോ സാറ് സെലക്ട് ചെയ്തിട്ട് എന്നോട് പറയുക ചെയ്ത് ഈ കുട്ടീനെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന്. ആദ്യം സാർ എന്നെ വിളിച്ച്, പിന്നെ ചേച്ചീനെ വിളിച്ച്, അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു, അങ്ങനെ പോവുക ചെയ്തത്. അപ്പൊ ഒരു ഐഡിയ ഇല്ല സിനിമ എങ്ങനെയാണ് ഒന്നും. അപ്പൊ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു സെറ്റില്? ആദ്യത്തെ ദിവസം ഒരു അത്ഭുത ലോകത്തൊക്കെ എത്തിയൊരു പ്രതീതി. ഇത് ആരൊക്കെയോ അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ. ഞാനൊരു അതായത് ലാലേട്ടനൊക്കെ സെറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ വരുന്ന സീനിൽ ലാലേട്ടല്ല, ഭരത് ഗോപി സാർ, സിദ്ദിഖ് സാറൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ 6:30 മണിക്ക് മേക്കപ്പ് ഇട്ട് എല്ലാം ഫുൾ ഒരു കല്യാണ പെണ്ണിൻ്റെ വേഷം അതൊക്കെ ഫുള്ള് ഇട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുക. സീൻ എടുത്തത് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോൾ പുറത്ത് ലാലേട്ടൻ, ഭരത് ഗോപി സാറൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ എനിക്ക് ഇവിടെ ഇരുന്ന ദൂരെ കാണാൻ ലാലേട്ടനെ. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് പരിചയപ്പെടാനൊന്നുള്ള ഇതില്ല, ധൈര്യമില്ല ഒന്നാമത് മുന്നിൽ പോയി നിൽക്കാനൊന്നും. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു മൂലയ്ക്ക് എങ്ങനെ ഇരുന്ന് വൈകുന്നേരമാണ് ഈ സംഭവം എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഭരത് ഗോപി സാറിൻ്റെ ഒക്കെ എത്രയോ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ മുന്നിൽ അവരൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിച്ച് മുന്നേ പരിചയമില്ല. സാർ എന്തൊക്കെയോ പറഞ്ഞു തന്നു, മഞ്ജു ഇങ്ങനെ ചെയ്യണം, അവരിങ്ങനെ പറയുമ്പോൾ കരയണം, കരച്ചിൽ വരെ സാറ് കാണിച്ചു തന്നു, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ കട്ട് പറയും, അത്രയേ ഉള്ളൂ. ആ ശരി, സാറ് പറഞ്ഞു തന്ന പോലെ ചെയ്തു, എന്തൊക്കെയോ ഇതായിട്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ വന്നു. ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ആ ഒരു സീൻ എന്ന് പറയുന്നത് ഒളിച്ചോട്ടക്കാരി എന്നാണ്. അതെനിക്ക് എപ്പോഴും കിട്ടിയ അല്ല, എല്ലാ സിനിമയിലും കല്യാണം ഉണ്ടാവും. രസതന്ത്രത്തിൽ കല്യാണം ഉണ്ടായിരുന്നു, ഭാഗ്യദേവതയിൽ കല്യാണം, കഥ തുടരുന്നതിൽ ഒളിച്ചോടിപ്പോയി, അതിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് അഭിനയിച്ച ഏതിലേക്കോ കല്യാണം. അപ്പൊ എൻ്റെ ചെറിയ മോള് വന്നിട്ട് അമ്മ ശരിക്ക് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 വയസ്സൊക്കെ ആകുമ്പോൾ അവള് ചോദിക്കും. അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ ഒളിച്ചോട്ടക്കാരി എന്നുള്ള രീതിയിൽ അറിയപ്പെടുമ്പോ അതിനകത്ത് എന്താ ഫീൽ ചെയ്യാറ്? ആ ഒരു അത്രയും പ്രേക്ഷകരെ ഏറ്റെടുത്തു. അതെ, ആ ഒരു ഉഷക്കുട്ടി, വീട് വിട്ട അമ്പലം, അമ്പലം വിട്ട വീട്. അത് ഇല്ല, നമുക്ക് തന്നെ അതൊരു ഫണ്ട്. ഇതിന് സാറിനെ വിളിച്ച് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ അറിഞ്ഞ ശേഷം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ സീനൊക്കെ നല്ല കയ്യടി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഏറ്റവും വലിയ രസം, ഞാൻ സിനിമകളിൽ അഭിനയിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും തിയേറ്ററിൽ പോയി കാണലുണ്ടായിരുന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ആ സമയത്തൊന്നും, ഇപ്പോഴാണ് ഞാൻ തിയേറ്ററിലൊക്കെ അധികം അങ്ങനെ പോകാൻ തുടങ്ങി. ആ സമയത്തൊന്നും ഞാൻ തിയേറ്ററിൽ പോവാറേ ഇല്ല. പലരും നമ്മളോട് പറയും സിനിമ കണ്ടു കേട്ടോ നന്നായിരുന്നു എന്ന് പറയുന്നല്ലാതെ ഇപ്പോഴും കൂടി എൻ്റെ സിനിമ TV-യിലൊക്കെ കുട്ടികളൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ഒളിച്ചു നിൽക്കുക ചെയ്യുക. കാരണം എനിക്കൊരു, അതായത് ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഭയങ്കര അയ്യേ എന്തൊരു ബോറാ ഞാൻ അഭിനയിച്ചതൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒളിച്ചിങ്ങനെ നോക്കും. അപ്പൊ മോള് പറയും, അമ്മ എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കണം, അമ്മയല്ലേ ഇത് അഭിനയിച്ചു, വന്ന് കണ്ടൂടെ എന്നൊക്കെ ചോദിക്കും. രണ്ടും പെൺകുട്ടികൾക്കും എങ്ങനെയാ അഭിനയത്തോട് ഒരു താല്പര്യം? 2 ആൾക്കും ഇല്ല.
ഇല്ല ഇല്ല പറഞ്ഞാ എന്തൊക്കെയോ കഴിവുകൾ ഉള്ളിലുണ്ട്. മൂത്ത മോള് അസലായിട്ട് പാടും, നന്നായിട്ട് പാടും, നല്ല വോയിസ് ആണ് അവളുടെ. അമ്മയും നന്നായിട്ട് പാടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അമ്മ പാട്ട് ആസ്വദിക്കും. എന്നാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി. കാണാമറയത്തിലെ പാട്ടല്ല പാടാം. അന്നയ്ക്കൊന്നും പരിചയം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാൻ ഈ രാവിൽ നീ കൂടെ വാ. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാം ഈ രാവിൽ നീ കൂടെ വാ. അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് എനിക്ക് അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ നീലവാനച്ചോലയിൽ നീന്തി വന്ന ചന്ദ്രിക, അതൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊരു റേഡിയോ പോലെ എങ്ങനെ അങ്ങോട്ട് തുടങ്ങും. ഇപ്പം ഫിലിമിലെ കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് അവരെ തലേ ദിവസം രാത്രി വിളിച്ചു പറഞ്ഞു ഇല്ല ആ ഒരു ഇതിന്ന് മാറ്റി, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങള് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത്, അതായത് നമ്മളോട് വിളിച്ചു പറയും നല്ല ക്യാരക്ടറാണ്, ഇന്ന ഡയറക്ടറാണ്, ഇങ്ങനെ വന്ന് ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ അത് കേട്ടിട്ട് അവിടെ പോകുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത സംഭവങ്ങൾ നമ്മളെ മനസ്സിന് ഭയങ്കര വിഷമമായിട്ടുള്ള, അതായത് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കണതായിരിക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് അറിഞ്ഞപ്പോൾ ഞാൻ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറങ്ങി പോന്നാലോ. പക്ഷെ ചില സമയത്ത് തോന്നും വേണ്ട, ഇനിയിപ്പോൾ ഞാൻ എങ്ങാനും ഇവിടുന്ന് പോയി കഴിഞ്ഞ് അവരുടെ ഷൂട്ടിനെ മൊത്തം ബാധിച്ചാലോ, പെട്ടെന്ന് അവർക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സെറ്റിൽ പോയിട്ട് 1 മിനിറ്റ് നിൽക്കണ റോൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഏതെങ്കിലും സെറ്റിൽ കരഞ്ഞ് എനിക്ക് റോള് കൂട്ടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് എനിക്ക് മനസ്സിലായി, വിനോദയാത്ര. അയ്യേ, അതൊക്കെ എന്താ പറയാ, ഒട്ടും പക്വതയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ എന്തായിരുന്നു എൻ്റെ അങ്ങനെ തോന്നുന്ന സംഭവങ്ങളാ. പിന്നെ എന്താന്ന് വെച്ചാൽ സാറിന്റെ സെറ്റില് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ ആണെങ്കിൽ ഓൾ ആർട്ടിസ്റ്റുള്ള ദിലീപേട്ടനൊക്കെ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ദിവസമാണ്. ദിലീപേട്ടൻ, മുകേഷ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നാൽ അങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്തില്ല. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നു നീ എന്താ കാണിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ അറിയിക്കുക. അപ്പൊ പിന്നെ എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ദിലീപേട്ടനൊക്കെ പറഞ്ഞു സാരില്ല, നമുക്ക് അടുത്ത സത്യൻ സാറിന്റെ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലേ, നമുക്ക് അടുത്തതിൽ നോക്കാം, കുഴപ്പമില്ല. എനിക്ക് ആ സങ്കടം വിട്ടുമാറുന്നില്ല. അത് ശരി, ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. ഇപ്പൊ പിന്നെ അത് ആലോചിക്കുമ്പോ എന്തിനപ്പൊ ഞാൻ അന്ന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഈ സെറ്റില് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഏതായിരുന്നു? പാപ്പിയപ്പച്ച ചെയ്യണ സമയത്തായിരുന്നു, ജനുവരി 1 അപ്പൊ ഡിസംബർ തലേ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോട്ടലിൽ വെച്ചിട്ടൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു പുതുവർഷത്തിന്. അപ്പോൾ എല്ലാവരും പങ്കെടുത്തു. ദിലീപേട്ടൻ, കാവ്യൊക്കെ ഉണ്ടായിരുന്നു. കാവ്യ പാട്ടൊക്കെ എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട്. പിന്നെ അല്ലാതെ ജയറാമേട്ടൻ ഭാഗ്യദേവത ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇതുപോലെ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ തന്നു. ഞാനൊക്കെ പല ഭക്ഷണങ്ങളും അന്നാണ് ആദ്യമായിട്ട് കരിമീൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിച്ചിട്ടില്ല. കുറേ സാധനങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും തന്നു. പിന്നെ ഒരു ബോട്ടിൽ ഇങ്ങനെ ഞങ്ങളെ ഹൗസ് ബോട്ടിൽ എല്ലാവരെയും കൊണ്ടുപോയി. അതൊക്കെ എപ്പോഴും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഇനി നമുക്ക് ഒരുപാട് മൂവി ആർട്ടിസ്റ്റിന്റെ ഒപ്പം അഭിനയിച്ച സ്ഥിതിക്ക് ഞാൻ ഓരോ ആർട്ടിസ്റ്റിന്റെയും പേര് പറയാം. അവരെ പറ്റി എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആദ്യം ഒരു വേർഡ് പറയാം, പിന്നെ അവരെ പറ്റി ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് ദിലീപേട്ടൻ. ഭയങ്കര ഫൺ ക്യാരക്ടർ. ഫണ്ണാണ്, പക്ഷെ എന്താ പറയാ നല്ലോണം ചീത്ത പറയും ചെയ്യും. നല്ലോണം ചീത്ത കിട്ടിയിട്ട് എന്തിനായിരുന്നു ദിലീപേട്ടൻ്റെ അടുത്ത് നേരെ അഭിനയിക്കാഞ്ഞിട്ട്.
അതായത് പക്ഷെ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോ അങ്ങനെ അത് തോന്നുന്നില്ല. കുറെ പ്രാവശ്യം ചീത്ത പറഞ്ഞതിന് ശേഷം എന്നെ പോയിട്ട് മോണിറ്റർ ചെയ്യാതെ നീ എന്താണ് നീ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നോക്കുക. അപ്പൊ നോക്കുമ്പോ ഞാൻ പരമ ബോറായിട്ടാ ചെയ്തിട്ടുള്ള. കുറെ ചീത്തയൊക്കെ പറയും, പിന്നെ എന്നെ നടത്തത്തിനൊക്കെ കുറെ കളിയാക്കും. എല്ലാവരുടെ മുന്നിൽ നിന്നല്ലേ പറയുക. പക്ഷെ നമുക്കത് ഇതൊന്നും തോന്നില്ല. അത് എത്ര ചീത്ത പറഞ്ഞാലും അത് അവിടെ കഴിഞ്ഞു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ ആൾ അതേ മറന്നു, അത്രേ ഉള്ളൂ. അതാണ് എക്സ്പീരിയൻസ്. പിന്നെ അതുപോലെ ദിലീപേട്ടനോട് അങ്ങനെ, ദിലീപേട്ടാ ഈ ഷൂട്ട് കഴിഞ്ഞ ആ ഡ്രസ്സൊക്കെ അല്ലേ, അതായത് എനിക്ക് കോസ്റ്റ്യൂം തന്നിട്ടുണ്ടാവുമല്ലോ, ഒരു ചുരിദാറും അതുപോലെ പാവാടയും ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ തരുമോ? അതിനെന്താ, നീ എടുത്തോ, നീ കൊണ്ടുപോയിക്കോ. അങ്ങനെ അത്ര സ്വീറ്റ് ആയിട്ടുള്ള അത്ര. എന്നോട് അമ്മയോടൊക്കെ ചോദിക്കും, ഇവള് വീട്ടിലെങ്ങനെയാ, ഭയങ്കര വികൃതിയാണോ? എനിക്കന്ന് ചെയ്യണ സമയത്ത് 23 വയസ്സൊക്കെ ഉണ്ട്. ദിലീപന്റെ വിചാരം നമ്മൾ ഈ കോസ്റ്റ്യൂമിലൊക്കെ കാണുമ്പോ അത്ര വലിയ പ്രായമൊന്നുമില്ല. ഇവള് വീട്ടില് ഭയങ്കര വികൃതിയാ എന്നൊക്കെ ചോദിക്കും. ശരിക്കും അങ്ങനെ വികൃതിയാണോ? അല്ല, പാവായിരുന്നു. പാവായിരുന്നു. അമ്മേനോട് ചോദിക്കണം. അല്ല, അമ്മ എപ്പോഴും പറയും നീ ഒരു പാവം കുട്ടിയായിരുന്നു. വളർത്താൻ ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ. അപ്പൊ അടുത്ത ആർട്ടിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സിനിമയില് ഇപ്പോഴും നികത്താനാവാത്ത ഒരു വിടവാണ് KPC ലളിതാമ്മ. നമ്മളോട് ഒരാള് ചീത്ത പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം കാണിക്കണം, നമ്മൾ അത്രയും ഫ്രീഡം ഉള്ളത് കൊണ്ടാ. അപ്പൊ ചേച്ചി ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി അപ്പൊ അത് മുഖത്തടിച്ച് പറയും, നീ ആ കാര്യം ചെയ്ത് എനിക്ക് നീ അങ്ങനെ പറഞ്ഞ ഇഷ്ടമായില്ല, നീ അവിടെ പോയിട്ട് എന്തിനാ ഇരിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോ കെയറിങ്ങും ആണ്, അതേസമയം ചീത്ത പറയുകയും ചെയ്യും. എല്ലാവരും ചീത്ത പറയും. ഇപ്പോഴും മറക്കാനാവാത്ത ഒരു ചീത്ത എവിടെ നിന്നായിരിക്കും കേട്ടത്? ചേച്ചിയുടെ തന്നെ ആയിരിക്കും. എന്ത് കാര്യത്തിനായിരുന്നു ഓർമ്മ? ഈ തന്നെ ചേച്ചി പറയണമെന്ന് ഞാൻ അനുസരിക്കില്ല, അങ്ങനെ. അപ്പൊ ഒരു പിടി വിട്ടു പോകണ്ടോ തോന്നുമ്പോ ഇവിടെ വാടി, ഇവിടെ വന്നിരിക്കുന്നു പറയാ, ആ ഒരു ഇതുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഫഹദ് ഫാസിലിന്റെ ഒപ്പം ഞാൻ പ്രകാശ് എന്നുള്ള മൂവിയിൽ ഒരു അഭിനയിച്ചു, ചെറിയ ക്യാരക്ടർ ചെയ്തു. അപ്പൊ ഫഹദ് ഫാസിലിനെ പറ്റിയിട്ട് ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആക്ടർ. അതായത് ഇപ്പൊ നമുക്ക് പുള്ളി അത്രയും ഒരു സ്റ്റാർ ലെവൽ, അത്രയും പീക്കായി നിൽക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു ജാടകളും ഇല്ല. ഇപ്പൊ ചിലവരൊക്കെ ഉണ്ടാവില്ലേ, ചെറുതായിട്ട് സിനിമയിലൊന്ന് വരുമ്പോ തന്നെ അവര് ഭയങ്കര ഒരു ഇതായിട്ട് പെരുമാറും. പക്ഷെ അത് നമ്മളോടൊക്കെ അത്രയും നല്ല ബഹുമാനത്തിലാണ് പെരുമാറുന്നത്. എന്താ ആവശ്യം? അദ്ദേഹം അത്രയും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാള്. ഞാനൊക്കെ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പരിചയപ്പെടാൻ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതെയോ, ശരി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എല്ലാവരോടും ഞാൻ ആ ഒരു സിനിമയിൽ ഇത് വെച്ച് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവരോടും നല്ല പെരുമാറ്റം. എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടും ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഞാൻ സത്യൻ സാറിനോട് പറഞ്ഞു, എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരും. എനിക്ക് എന്താ വെച്ചാൽ ഇവരോടൊക്കെ അങ്ങോട്ട് കയറി പരിചയപ്പെടാൻ ഭയങ്കരതാ. അപ്പൊ അതിനെന്താ നീ പറഞ്ഞിട്ട്, ഫഹദ് ഇത് മഞ്ജുഷ എൻ്റെ സിനിമകളിലെല്ലാം അഭിനയിക്കാം. അതിനെന്താ, എനിക്കറിയാലോ, കഥ തുടരുന്നതിൽ ഒളിച്ചോടി പോയാലേ, പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം. ഞാനങ്ങോട്ട് ഈ സ്വർഗമൊക്കെ കാണുക. കാരണം ഇത്രയും വലിയൊരാള് നമ്മളെ തിരിച്ചറിയല്ലേ, അത് ഭയങ്കര സന്തോഷമായി. നമ്മളിപ്പോ സിനിമകൾ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ ആരാണെന്നുണ്ടെങ്കിലും നമ്മളെയൊന്ന് തിരിച്ചറിയുക, നമ്മളോട് ഒരു നല്ല ഇതിൽ പെരുമാറുക, എനിക്കതൊക്കെ ഭയങ്കര കാര്യാട്ടോ. അദ്ദേഹത്തിനെ പോലുള്ള ഒരാള് പറയുമ്പോ ഇനി എന്താ നമുക്ക് കിട്ടാനുള്ളത്, ഇതൊക്കെ മതി എന്ന് തോന്നുന്നു. ഇത് മതി. എന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് എടി ഇങ്ങനെ മോളോടൊക്കെ അവര് എന്നെ കുറെ ഇതായിരിക്കും, കണ്ട എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അല്ലേ എന്നെ വിലയില്ലാത്തുള്ളൂ, എന്നെയൊക്കെ അറിയുന്ന ആൾക്കാർ, എന്നെയൊക്കെ അറിയുന്ന സ്റ്റാർസ്. ഓ അമ്മയുടെ ഒരു ജാടാന്നൊക്കെ പറയാള്. അപ്പൊ അടുത്ത് ജയറാമേട്ടൻ. അപ്പൊ ഞാന് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഓടി ചെന്നിട്ട്, അയ്യോ അതെങ്ങനെ ഏതോ മരച്ചുട്ടിൽ ഇങ്ങനെ ഇരിക്കുക ഭാഗ്യദേവതയുടെ സെറ്റിൽ. അപ്പോൾ ജയറാമേട്ട വീട്ടിൽ എന്തൊക്കെ ഉണ്ട്, പാർവതി ചേച്ചി എന്തോ പറയണോ, പിന്നെ മക്കളൊക്കെ എന്ത് പറയണോ, എല്ലാവർക്കും അതെ അതെ എല്ലാവരും സുഖമായിരിക്കണം ഒക്കെ പറഞ്ഞൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് നല്ലതായിരുന്നു. അതുപോലെ പിന്നെ കഥ തുടരുന്നു വന്നപ്പോഴേക്ക് ജയറാമേട്ടൻ ലുക്ക് വൈസ് ഒത്തിരി മാറി, അതായത് ഒന്നും കൂടി യങ്ങായ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലൈസൻസ് തന്നു, നമ്മളിത് എന്തായാലും അവിടെ ഇവിടെ ജയറാമേട്ട ഇപ്പൊ കാണാനായിട്ടുണ്ടല്ലോ, ജയറാമേട്ട ഇതെന്ത് പെണ്ണിങ്ങനെ. അപ്പൊ സത്യം സാറേ അത് കുഴപ്പമില്ല, മാഞ്ഞാരം മഞ്ചാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ എന്താ സെറ്റിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഏതൊരു സീൻ ഉണ്ട് അതില് ലളിത ചേച്ചിയായിട്ട് പിണങ്ങിയിട്ട് ഓട്ടോന്റെ എന്തോ ഒരു കേസ് പറഞ്ഞ് പിണങ്ങിയിട്ട് ഞാൻ പോയിട്ട് വിളിക്കുന്നുണ്ട്, പ്രേമേട്ട വരൂ ഇത് അമ്മ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. നീ അപ്പൊ എന്നോട് പറയും, നീ ഇവിടെ നീ ആ ഡയലോഗ് എന്ന് പറഞ്ഞ് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് തന്നെ പേടിയൊന്നുമില്ല, ഇവരെല്ലാവരും നമ്മളോട് ഫ്രീ ആയിട്ടല്ലേ ഇടപെടണം, അല്ലാതെ വലിയ സ്റ്റാർ ആണെന്നുള്ള ഭാവത്തിലിരിക്കുന്നല്ലോ.
അപ്പൊ അങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് മമത മോഹൻദാസ്. എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ സീൻ അടക്കം ഉണ്ടായിരുന്നു ഓ ഹോസ്പിറ്റലില്. മമത ഈ പറഞ്ഞ പോലെ അന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആ സമയമായിരുന്നല്ലോ. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളോടൊക്കെ വലിയ അതായത് അന്നൊക്കെ എന്താണെന്നറിയോ, കാരവാൻ അങ്ങനെ ഇല്ലല്ലോ. അതായത് ഈ സെറ്റിൽ തന്നെ എല്ലാവരും ഇരിക്കുക, ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഭയങ്കര കൂട്ടായി അങ്ങനെയൊക്കെയാ. അപ്പൊ ഒരു ഗ്യാപ്പ് ഇല്ല നമ്മള് തമ്മില്. അപ്പൊ എല്ലാവരോടും മമത സംസാരിക്കും, ഭയങ്കര കളി ചിരി അങ്ങനത്തെ സംഭവങ്ങൾ. ഒരു വേർഡിൽ പറയാൻ പറഞ്ഞാൽ മമത മോഹൻദാസിനെ എങ്ങനെയായിരിക്കും? ദ റിയൽ ഫൈറ്റർ എന്ന് പറയാം. ഓക്കെ. കാരണം അത്രയും പുള്ളിക്കാരി സ്ട്രഗിൾ ചെയ്ത് ഹെൽത്ത് വൈസ് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വന്ന ആളല്ലേ, തളർന്നു പോയിട്ടില്ലല്ലോ. അതെ. ഓക്കെ, ഇപ്പൊ കൊറേ പ്രാവശ്യം ഞാൻ കേൾക്കുന്നു, ഒരുപാട് ടേക്ക് എടുത്തു. ശരി, ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ ഏതായിരുന്നു? ടിനിച്ചേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ അതില് അന്ന് എനിക്ക് കുറച്ചും കൂടി മുടി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സീൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്നെ ഒരു സോങ് സീക്വൻസിലൂടെ എന്നെ ഇൻട്രൊഡക്ഷൻ സീൻ അങ്ങനെയാണ്. അപ്പോൾ വരുന്നു കാണുന്നു, അപ്പൊ ഞാൻ എന്താ എന്ന് ചോദിക്കണ്ട ഫസ്റ്റ് വീട്ടിലേക്ക്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എന്നെ നോക്കി അന്തവിട്ട് നിൽക്കുമ്പോൾ ഇതെന്താ ഇയാൾ ഇങ്ങനെ നിൽക്കണമെന്നുള്ള രീതിയിൽ മുടി ബാക്കിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ ഈ മുടി വന്നിട്ട് പുള്ളിയുടെ മുഖത്ത് ഇങ്ങനെ തഴുകി പോണം. അതാണ് ഷോട്ട്. എത്രയായിട്ട് ഇത് തഴുകണില്ല, ഞാൻ ഇങ്ങനെ അറിയാതെ അങ്ങനെ കൊറേ ആ സീൻ ടേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇപ്പൊ മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളെ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഡ്രഗ്സിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഡ്രഗ്സിന്റെ യൂസ് എന്ന് പറയപ്പോ ഞാനൊക്കെ കുറച്ച് ആക്റ്റീവായി നിന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രയും ഒരു പുറത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് നമ്മള് സിനിമയിലുള്ള ഈ ആക്ടേഴ്സ് എന്തൊക്കെ ചെയ്യണോ അത് മുഴുവൻ അനുകരിക്കണ കൂട്ടത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ ശീലങ്ങളും ഒപ്പിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ അത് ഭയങ്കരം. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ന്യൂസേ കാണാനുള്ളൂ. അമ്മ ആരാന്നറിയില്ല, പെങ്ങളാരാന്നറിയില്ല. ശരിക്കും ഓരോ ന്യൂസ് കാണുമ്പോൾ ഈശ്വര ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യോ, എന്താ അപ്പൊ ഇവർക്ക് അത്രയും ബോധമില്ലേ എന്നൊക്കെ നമ്മൾക്കിങ്ങനെ തോന്നും. നമുക്കും കുട്ടികൾ വളർന്നു വരുന്നതാണ്, സ്വാഭാവികമായിട്ടും തോന്നും. ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഒരുപാട് കേൾക്കുന്നുണ്ട് സിനിമയിൽ ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോൾ വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ അപ്രോച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ നോണേനെയായിരിക്കും. പിന്നെ ഉണ്ടായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഈ ഫീൽഡിൽ നല്ല ആണും പെണ്ണും എവിടെയൊക്കെ ഉണ്ടോ ആ ഫീൽഡിലും ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ സിനിമ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു മേഖല ആയതുകൊണ്ടോ അവിടെ എന്താ നടന്നതെന്ന് അറിയാനുള്ളൊരിതുണ്ടാവും. പിന്നെ ചോദിച്ച സമയത്ത് നമ്മളെ കാര്യം പറഞ്ഞു, അതവിടെ തീരണമെന്നല്ലാതെ എന്നെ ഉപദ്രവിക്കണ രീതിയിലോ അല്ലെങ്കിൽ അവസരങ്ങൾ ഇല്ലാതാക്കണ രീതിയിൽ എന്തെങ്കിലും എനിക്ക് തോന്നണില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു, അതവിടെ തീർന്നു. ഇപ്പോൾ ഭയങ്കര ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു ചേച്ചി തിരിച്ചു വരുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചു വരവ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായോ? അങ്ങനെ ചോദിച്ചാ എനിക്കൊരു ഉൾഭയം ഉണ്ടായിരുന്നു. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്ക് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് അങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ തന്നെ ഏറ്റവും വലിയ മോശ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുമായിട്ടും കോണ്ടാക്ട് ചെയ്യില്ല. ഇടയ്ക്കൊന്നും നമ്മളൊന്ന് വിളിച്ചില്ല അവരോടൊന്നും. ഒന്നാമത് നമുക്ക് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ നമുക്ക് ഓരോരുത്തരെയും കാണാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അതോടുകൂടി നമുക്ക് ഇതിന്ന് ഉള്ള കോണ്ടാക്ട്സ് അങ്ങനെ പോകും, എല്ലാവരും നമ്മളെ മറക്കും. ഒരു ഗ്യാപ്പിന് ശേഷം വന്നപ്പോൾ ഈ മാളികപ്പുറം സഞ്ജയേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ പരിചയമുണ്ട്. ചേട്ടനാണ് വിളിക്കണത്. അതോ ഞാൻ എന്നേന്ന് ഓർത്തിട്ട് അങ്ങനെ വിളിച്ചോന്നല്ല. ഒരു ദിവസം സഞ്ജയേട്ടൻ ഉണ്ണിയുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഇത് ഏതാ സഞ്ജയേട്ടൻ ലൊക്കേഷൻ വെച്ചപ്പോൾ ഇങ്ങനെ സിനിമ ചെയ്യണം, മാളികപ്പുറമാണ് ചെയ്യണത്. ഓ അത് ശരി, ഞാനതവിടെ വിടും ചെയ്തു. അപ്പോഴാണ് സഞ്ജയേട്ടന് ഓർമ്മ, രമേശ് പിഷാരടിയുടെ വൈഫായിട്ട് മഞ്ജുവിനെ വിളിച്ചാലോ എന്ന് ഓർക്കണത്. അങ്ങനെ എല്ലാവരോടും വിളിക്കുകയും ചെയ്യും. അപ്പം ഞാൻ വീട്ടിൽ നമുക്ക് ഇത്രയും ഗ്യാപ്പ് ആയതുകൊണ്ട് ഇത് ഇങ്ങനൊരു ഹിറ്റാവാൻ പോണ പടാന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ പോണില്ല വീട്ടിൽ. അപ്പൊ എല്ലാവരും പറഞ്ഞു നീ പോയി ചെയ്യാതെ, ഇത്രയും ഒരു ഇതിന് ശേഷം എല്ലാവരും വിളിക്കല്. അന്ന് വീട്ടിലെന്തോ എനിക്ക് തോന്നുന്ന ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇല്ലേ അതോ
അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇന്നും കരഞ്ഞേനെ. കാരണം ഇത്രയും വലിയൊരു ഹിറ്റായ പടല്ലേ, അതില് ചെറിയൊരു ഭാഗമാകാൻ പറ്റിയാന്ന് അറിയണേ. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഇപ്പൊ പാൻ ഇന്ത്യ സ്റ്റാർ. അതെ, സ്റ്റാറുമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ കൊറേ പേരെ കാണുന്നു, രമേശ് ഏട്ടൻ എല്ലാവരും ഉണ്ട്. പക്ഷെ ഉള്ളിൽ എവിടേക്കോ ഈശ്വര ഞാൻ ചെയ്യണത് ശരിയാവില്ല, ഇത്രയും ഗ്യാപ്പിന് ശേഷം നമ്മള് ക്യാമറയുടെ മുന്നിൽ നിൽക്കണേ. ഈ പറഞ്ഞ പോലെ ഞാൻ കൊറേ കാലത്തിന്റെ ശേഷം ഏറ്റവും രസകരമായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ്. കാരണം അതിൽ അഭിനയിച്ച ദേവു, പീയൂഷ്, എല്ലാവരും ആ കുട്ടികളടക്കം അവരുടെ ഫാമിലി, അഭിലാഷ്, എല്ലാവരും നമ്മളെ കുറേ നല്ല നല്ല ബന്ധങ്ങൾ എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉൾഭയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും നമ്മളെ ഒരു ഫൺ ജോളി ഒരു നല്ലൊരു സെറ്റ് ആയതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ഇപ്പം മാളികപ്പുറത്തിലേക്ക് വരികയാണെങ്കിൽ രമേശ് പിഷാരടി സാറിന്റെ വൈഫായിട്ടാണ് അഭിനയിച്ചത്. രമേശ് ചേട്ടൻ എങ്ങനെയാ സെറ്റിലും കൗണ്ടറാണോ? ഭയങ്കര ചിരിച്ച് 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 നമ്മള് എന്ത് ചെയ്യാന്ന് കഥകൾ ഉണ്ടാക്കാൻ അറിയാലോ, നമ്മൾ ഓരോ ഷോ ഒക്കെ കാണുന്നതല്ലേ, പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ചിരിച്ച് ചിരിച്ച് അവസാനം വയറ് വേദനിക്കാൻ തുടങ്ങും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? മാളികപ്പുറം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അപ്പൊ അത്രയൊരു ചരിത്ര ഹിറ്റായി കഴിഞ്ഞപ്പോ നമുക്ക് നാട്ടിലും അതിനനുസരിച്ചൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊന്ന് തൊഴുകാൻ പോകുമ്പോഴും എന്നോട് ചേച്ചി വന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മഞ്ജു നീ ഞങ്ങളെ നാടിന്റെ അഭിമാനമാണ് കേട്ടോ, നീ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നമ്മളെ അത്രയൊരു റെസ്പെക്റ്റോട് കൂടി ആ സമയത്ത്. പ്രണയം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അതായത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞിട്ടില്ല. പേടിയായിരുന്നു, വിശ്വസിക്കില്ല. അമ്മയെ ഭയങ്കര പേടി, അമ്മ വഴക്ക് പറയുമോന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇഷ്ടമുണ്ടായിരുന്നു, തിരിച്ചു പറഞ്ഞില്ല. പ്രായത്തിൻ്റെതായിട്ടുള്ള അട്രാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പൊ പറയുന്നോ ഇവിടെ വെച്ച് ആള് ഈ ഒരു ചാനലിലൂടെ അറിയട്ടെ? ഇല്ല, അതായത് നമുക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെയായിരുന്നു. ഇനിയിപ്പോ എന്ത് പ്രണയാണെന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? നമുക്ക് പാർക്കാൻ മുന്തിരി. ഞാൻ പ്രതീക്ഷിച്ചു. അതെനിക്ക് ഡയലോഗുകൾ അടക്കം കാണാൻ പാടാണ് അല്ലെ, നമുക്ക് വേണ്ടി ആ ഒരു ഫീൽ ഉൾക്കൊള്ളുണ്ട് ആ ഡയലോഗോ. ലാലേട്ടന്റെ കണ്ണുകൾ വിരലുകൾ വരെ അഭിനയിക്കുന്ന പറഞ്ഞ സാധനത്ത് ഞാനൊക്കെ അത് ചെയ്ത ആരാധകരൊക്കെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. എന്റെ കാമുകൻ ഇതാണ്. അധികാലം എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളികൾ പൂത്ത് തളിർത്തുവോ എന്നും മാതള നാരകം പൂത്ത് വിടർന്നുവോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. കാമുകൻ ഞാൻ അതൊക്കെ ഈശ്വര എത്ര കണ്ടാലും മടുക്കാത്ത സീനുകളാണ്. ഒരുപാടുണ്ട് അങ്ങനെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നത്. എപ്പോഴെങ്കിലും ഇപ്പം ഒരു മൂവി ആക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇല്ല ഞാൻ ഭയങ്കര ആക്ടറാണ് എന്നുള്ളൊരു ഭാവത്തിൽ, ആരാന്ന് പറയണ്ട, പക്ഷെ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ ഒക്കെ നമ്മള് സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റുകളാണ് നമ്മളെ മറ്റുള്ള ആക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്ക്, അതായത് അവരാണ് പറയുക അഭിപ്രായം, ഡയറക്ടർ അല്ല. നീ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അത് അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കാം ഇതില് ഡയറക്ടർക്കുള്ള റോൾ എന്താ? ഇപ്പൊ എല്ലാം അവരാണല്ലോ പറയണത്. അതായത് കേറിയിട്ട് ഭരിക്കുക എന്നുള്ള രീതിയിൽ ചില ആക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഡയറക്ടർക്ക് ഒരു വോയിസും ഉണ്ടാവില്ല, അവരാണ് തീരുമാനിക്കുക എന്നുള്ള രീതി. അങ്ങനെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയില് ചാൻസ് കിട്ടി, അപ്പോ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാര് നല്ല സപ്പോർട്ടാ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ. നല്ല സപ്പോർട്ട്. ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ആരായിരിക്കും? തുടക്ക സമയത്ത് അമ്മയും ഏട്ടനും ഒക്കെ അങ്ങനെ തന്നെയാ. ഇപ്പൊ മദറില്ല ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതുപോലെ ഫാമിലി എല്ലാവരും അതായത് എന്തെങ്കിലും ഒരു വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇല്ലാതാക്കണ്ട, നീ നിന്റെ എന്തെങ്കിലും പോവാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ കുട്ടികളെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോവാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ റീൽസ് ഒക്കെ ആണെങ്കിൽ അമ്മ പറയും നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് ചെയ്തൂടെ, അമ്മായിമേനെ കൂട്ടി ചെയ്യണ്ടേ? അമ്മ അതിനെ വരും. മാളുട്ടി അമ്മയ്ക്ക് 2 റീലൊക്കെ എടുത്തു. അവൾക്ക് ഭയങ്കര മടിയാ. മൂത്ത മോളെ മാളുട്ടി എന്നാ വിളിക്കുക, രണ്ടാമത്തെ ആള് ശിവ. അപ്പോ
അപ്പൊ അമ്മയാണ് പറയാ, അമ്മയ്ക്ക് 2 റീലൊക്കെ എടുത്ത് കൊടുക്ക്, മഞ്ജു നിനക്ക് ആ സാരി എടുത്തിട്ടൊന്ന് നോക്കിക്കൂടെ, ഈ ഡ്രസ്സ് ഇട്ടിട്ടൊന്ന് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അതേപോലെ നിനക്കിതൊന്നും പറ്റില്ല, നീ എന്തിനാ വെറുതെ, അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ചില ആൾക്കാരൊക്കെ പറയും. മുമ്പൊക്കെ ഫാമിലി, അതായത് അവിടെ ഉള്ളവരൊക്കെ പറയുമായിരുന്നു, ഇതൊക്കെ നിനക്ക് പറ്റുമോ, എന്തിനാ വെറുതെ നിനക്ക് നിൽക്കണേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളങ്ങോട്ട് മനസ്സങ്ങോട്ട് തളർത്തുക പറയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതേ ആൾക്കാരെന്നെ പറയും, അത് കണ്ടു അടിപൊളിയാ, അടിപൊളിയായിരുന്നു കേട്ടോ ഒക്കെ പറയും. അങ്ങനെ. ഇപ്പൊ ഉണ്ണി മുകുന്ദനിലേക്ക് വരാണെങ്കിൽ പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾ ഒരേ നാട്ടുകാരാണ്. ആ ഒരു കോംബോ എങ്ങനെയാണ്? ഉണ്ണി പറഞ്ഞ പോലെ ഉണ്ണിയുടെ വേറെ കുറെ മുന്നേ ചെയ്തൊരു കാറ്റും മഴയും എന്ന് പറഞ്ഞിട്ട് ഹരികുമാർ സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി ഉണ്ടായിരുന്നു. അന്ന് ഉണ്ണി തുടക്ക സമയം. അന്ന് അതിൽ ഞാനൊരു സീൻ ചെയ്യാൻ വേണ്ടി പോയിരുന്നു, ഒരു റിപ്പോർട്ടറുടെ ഒരു സീൻ. അപ്പൊ അന്ന് ഉണ്ണിയെ കണ്ടു, ഞാൻ ജസ്റ്റ് ഹായ് പറഞ്ഞോ ഇല്ലാന്ന് എനിക്ക് തോന്നണേ, ജസ്റ്റ് ഒന്ന് കണ്ടാ പോയി. ഞാനന്ന് അത്ര ശ്രദ്ധിച്ചിട്ടും ഇല്ല, ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മൂവി പക്ഷെ റിലീസായില്ല. നല്ല മൂവി ആയിരുന്നു, റിലീസായില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ണീനെ ഞാൻ പിന്നെ കാണുന്നത് നാട്ടിൽ അവിടെ ഉണ്ട്, ഉണ്ണി അവിടെയാണെന്നല്ല, നമുക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് മാളികപ്പുറത്തിന് സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പോയിട്ട് ഹായ്, എൻ്റെ പേര്, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവ നമ്മൾ മുമ്പ് ഇങ്ങനെ ഒരു സിനിമ, യെസ്, അത് നല്ല സിനിമയായിരുന്നു കേട്ടോ, പക്ഷെ അത് ഇറങ്ങിയില്ല, അതിന്റെ CD ഒക്കെ ഇപ്പോഴും, അതാണ് ഞാൻ വിചാരിച്ചത്, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ നല്ല കമ്പനിയായി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടോ? പ്രൊഫഷൻ വൈസ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അതായത് എനിക്കിപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. നമുക്ക് മുന്നോട്ട് പോവാൻ എന്താണ്, ഞാൻ ഇതന്നെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കണോ, എനിക്കിപ്പോൾ നല്ല നല്ല സീരിയൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലും ചെയ്യണം എന്നുണ്ട്. കാരണം ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എത്ര പാഷൻ എന്ന് പറയുകയാണെങ്കിലും നമുക്ക് നമ്മളുടെ ജീവിതമാർഗ്ഗം, നമുക്ക് വരുമാനം വേണം. എനിക്ക് ഒരാളെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അധ്വാനിക്കണം, അതെന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യണം, എനിക്ക് പൈസ ഇതാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരാറുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് എന്ത് ചെറിയ ജോലി ചെയ്യാനും ഒരു മടിയില്ല. സത്യൻ അന്തിക്കാട് സാറിന്റെ സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഏതായിരിക്കും? എന്നെ സിനിമയിലേക്ക് എടുത്തു തന്നെ. അതുകൊണ്ട് അത് ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് ശരിക്കും എന്താ എന്നെ സിനിമയിലേക്ക്? അപ്പം പറഞ്ഞു, നീ എന്തോ ഒരു ഉള്ളിൽ ഈ പാപ്പിപ്പച്ച ചെയ്യണ സമയത്ത് അവര് കുറേ പേരെ പെങ്ങൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട് 150 പേരെ എന്തോ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 150 പേരിൽ നിന്ന് ഒരാൾ. അതെ, ഞാൻ പോയിട്ടില്ല. അപ്പൊ ദിലീപേട്ടനാണ് ചോദിച്ചത് സത്യൻ സാറിനോട്, നമുക്ക് മഞ്ജുവിനെ കൊണ്ട് ചെയ്യിച്ച എന്താ സത്യേട്ട അഭിപ്രായം ചോദിച്ചാൽ, ചെയ്യിച്ചോ, അവള് നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നത്. അപ്പോ സാറുമായിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ എന്റെ സംസാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, സാറിനോട് ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യേ സാർ ഞാൻ സംസാരിക്കണ നല്ലല്ലേ, ഇങ്ങനെ തന്നെയല്ലേ, അപ്പൊ എന്റെ സ്ലാങ് ഒക്കെ ഭയങ്കര മോശമാണല്ലേ, ഞാൻ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നല്ല അല്ലേ വർത്തമാനം പറയാ. അപ്പൊ സാറാണ്, അതൊന്നും കുഴപ്പമില്ല, നീ ഇതുപോലെ തന്നെ, നീ ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ് പറയാനോ അങ്ങനെയൊക്കെ പറയുമ്പോ നീയേ അല്ലല്ലോ, വേറെ ആരോ, എന്തിനാ വെറുതെ, നമ്മൾ എന്താണോ അതുപോലെ നിന്നാ മതി. അപ്പൊ പിന്നെ എനിക്ക് അതൊക്കെ സാറ് അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ലോഹി സാറ് ഭാഗ്യദേവതയുടെ സെറ്റിൽ വന്നപ്പോൾ ഇതേപോലെ ഞാൻ ചെന്നിട്ട്, സാർ അങ്ങനെ ഇങ്ങനെ, എടോ തൻ്റെ സംസാരം കൊള്ളാലോ, താനത് അതെയോ സാറിന് ഇഷ്ടമായി, എനിക്കിഷ്ടമായി, എന്തോ ഒരു സംതിങ് ഒരു നല്ലൊരു ഇത്. അപ്പം പറഞ്ഞു, താങ്ക് യു കേട്ടോ, ഇത് വിടണ്ട കേട്ടോ, ഇത് നമുക്ക് ആവശ്യം വരും പറഞ്ഞിട്ട് സാറ് ഇപ്പോൾ നമ്മളെയൊക്കെ വിട്ടു പോയി. അങ്ങനെയൊക്കെ. പിന്നെ ഇളയരാജ സാറിന്റെ കയ്യിൽ നിന്ന് മൊമെന്റോ വാങ്ങാൻ പറ്റി, രസതന്ത്രത്തിനാണെങ്കിലും ഭാഗ്യദേവതയ്ക്കാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ, അതൊക്കെ ആലോചിക്കുമ്പോൾ തോന്നുന്നു സാരല്ല, നമുക്കിപ്പോൾ അതിനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയില്ലേ, ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല എന്നൊക്കെ തോന്നും ചില സമയത്ത്. ഇപ്പൊ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടും കിട്ടാത്തവരുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു കയ്യിലെണ്ണാവുന്ന റോൾസ് ആണെങ്കിൽ പോലും വളരെയധികം മനസ്സിൽ നിലനിൽക്കുന്ന റോൾസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലേക്കൊക്കെ നോക്കുമ്പോ അവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? ട്രൈ ചെയ്യണവര് നമുക്ക് ശ്രമിക്കാം, നമ്മൾ നന്നായിട്ട് അതായത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് ആരും കൊണ്ടു തരുമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തിട്ട്
നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ എന്താണോ അവസരം അത് നന്നായിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് ഒരു പക്ഷേ നിങ്ങളിതിൽ വിജയിച്ചില്ല എന്ന് വെച്ചിട്ട് സങ്കടപ്പെടാനും, കാരണം നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു സംഭവം നമ്മൾ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഫീൽഡിൽ തന്നെയാവും നമ്മൾ ഇതാവുക. അയ്യോ ഞാനിത് ചെയ്തല്ലോ, എനിക്കിത് പറ്റിയില്ലല്ലോ, അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഡു ദി ബെസ്റ്റ്. ബാക്കി ദൈവം എന്താന്ന് വെച്ചാൽ നമുക്ക് തരും. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാരായിരിക്കും? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് നല്ലൊരു വ്യക്തിത്വം, അതായത് എനിക്ക് കാണണം, എനിക്ക് സംസാരിക്കണം, ഈ ആളുടെ കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയത്, ഒന്ന് സൈഡിൽ നിന്നാലും മതി എന്നൊക്കെ തോന്നിയിട്ടുള്ളത് വിക്രം സർ. വിക്രം സർ തമിഴിലേക്കാണ്. അത് എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ഉയരത്തിലെത്തിയാലും അദ്ദേഹത്തിന്റെ ബിഹേവിയർ കണ്ടിട്ട് ഭയങ്കര, ഈ ഫഹദിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലത്തെ ഭയങ്കര ഡൗൺ ടു എർത്ത്, എല്ലാവരോടും നന്നായിട്ട് പെരുമാറണോ, ഞാൻ വലിയ ആളാണ്, എന്തൊക്കെ വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാം എല്ലാവരോടും. അതെന്താണെന്നറിയോ, നമ്മളിപ്പോൾ അദ്ദേഹത്തിന് ആരെന്നാണ് നമ്മളൊരു ചിരി ഇപ്പം സാറിനെ ഞാൻ കണ്ടു, സാറിൻ്റെ അടുത്തുനിന്ന് ഞാനൊരു ചിരി പ്രതീക്ഷിക്കുമ്പോൾ സാർ ഒരു ചിരി തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ഹാപ്പിയാവും. ആ ഒരു ചിരി മതിയാവും നമുക്ക്, അല്ലേ? അതല്ലാതെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മനസ്സിൽ നിന്ന് ആ ഒരു ബഹുമാനം പോകും. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സാറിനെ ഒന്ന് കാണണം, സംസാരിക്കണം, അതുപോലെ ഒരു അവസരം അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതുപോലെ സംയുക്ത ചേച്ചി, സംയുക്ത ചേച്ചിയുടെ ഭയങ്കര ഒരു ഫാനായ, എപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫോണില്. അതുപോലെ കുറച്ച് സമയം ചോദിക്കാൻ വരുമായിരുന്നു മലയാള സിനിമയിൽ ആരായിരിക്കും. അതെ, ഞാനിപ്പോ ആരെങ്കിലും ചോദിക്കാൻ ആരോടാ ഇനി ചാൻസ് ചോദിക്കാൻ, ഞാൻ വിക്രം സാറിനോടായിരിക്കും ചോദിക്കാം, സാർ എനിക്ക് ഒരു ചാൻസ് തരുമോ കൂടെ അഭിനയിക്കാൻ. മലയാള സിനിമ നടന്മാരിൽ ആരായിരിക്കും സ്ക്രീൻ ഷെയർ ചെയ്യാൻ താല്പര്യം? ആരുടെ നായികയായിട്ട് വരാനാ താല്പര്യം? നായിക മോഹങ്ങളൊന്നും ഇല്ല, എന്നാലും ജോജു ചേട്ടന്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. ജോജു ജോർജ്. തമിഴില് നടിമാരാരെങ്കിലും? ജ്യോതിക മാം. ജ്യോതിക മാം. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത മഞ്ജുഷ ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു. ഒരുപാട് സന്തോഷം. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും എനിക്കും ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയും ഒത്തിരി സിനിമകൾ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.